ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. മരണത്തിന്റെ ഒച്ചയ്ക്ക് കാതോർത്തിരിക്കുകയായിരുന്നു. എന്തിനാണെന്നറിയാമോ? ഇത് മുഴുവൻ നിനക്കുള്ളതാ. കൊന്നും കൊടുത്തും ഞാൻ വാരിക്കൂട്ടിയ എന്റെ സമ്പാദ്യം മുഴുവൻ നീ എടുത്തോ. പകരം നീ എനിക്ക് തരേണ്ടത് ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, കാത്തിരിക്കുന്ന ആ ഒറ്റ ദിവസം, ഡിസംബർ 31. ഇതും പോരെങ്കിൽ പറഞ്ഞോളൂ, എത്ര വേണമെങ്കിലും തരാം. പക്ഷേ ദേവരാജനെ കാസറ്റ് കിട്ടിയിരിക്കണം. രാഘവേട്ട, ആരാണ് ചെയ്തത്? ലോറൻസ്
അടിച്ച് നിർത്തണ. പറഞ്ഞ പന്നികളെ ഒന്നിനെ നമ്മൾ വിടൂല. നീ എല്ലാം കൂടെ നമ്മുടെ ചങ്കാണ് പറിച്ചത്. വിടൂല. ഈ കടപ്പുറം നമ്മൾ ചുട്ടരിക്കും. ഈ കടലിൽ നമ്മൾ ചോര ഒഴുക്കും. എവിടെ പറ്റ നായിന്റെ മോൻ
What happened? എന്താ സംഭവിച്ചത്? മിനിയെ അവര് ഇന്നലെയായിരുന്നു. Drop it! Drop it, I say!
ആ ജീപ്പിലോട്ട് കയറ. എന്തിന്? അതൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. പറയുന്നത് അനുസരിക്കടാ. നടക്കടാ. നടക്കാൻ. രാമയ്യ, ടോക്കൺ കൊടുക്കണ്ട, സംഗതി പ്രശ്നമാവും. ഹലോ, എനിക്ക് 3 ചാൻസ് രണ്ടല്ലേ വേണുള്ളൂ. 6 പ്രാവശ്യം എറിഞ്ഞില്ലേ, ഇനി പറ്റില്ല ശനി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശിക്ഷ? 3 ചാൻസ് എന്ന് പറഞ്ഞാൽ 9 പ്രാവശ്യം എറിഞ്ഞ. ഞാൻ 6 പ്രാവശ്യം എറിഞ്ഞുള്ളൂ. കളിക്കാതെ സൂചിച്ചാടോ. ഇനി പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ഒരുത്തനും ഇവിടെ കളിക്കാൻ പോണില്ല. സൂചിച്ചാടോ. ഉള്ള കാശ് മാറ്റി പോരാ. ടോക്കൺ കൊടുക്കണം കേട്ടോ, മര്യാദയിലായിട്ട്. എന്താണ് മാറിക്കാൻ ഇങ്ങോട്ട് മാറിക്കാൻ വെക്കോ. ഒറ്റ നടക്കാണത്. ഓരോരുത്തന്മാർ കളിക്കാൻ വന്നിരിക്കുന്നു.
ധൈര്യം കൊണ്ട് എന്നെ പിടിച്ച് പുറത്താക്കടാ. എടാ നിന്നെ ഞാൻ പോയി ടോക്കന്മാർക്ക് കാശ് വാങ്ങിച്ചോണ്ടാ ചെല്. മിസ്റ്റർ ഒന്ന് നിൽക്കണേ, ഒന്നിങ്ങ് വന്നേ. അയ്യോ ഈശ്വരാ, പിന്നെ പരിഭ്രമിക്കാൻ നേരമായി കേട്ടോ. എടാ മോനെ, അന്നേരത്തെ ആവേശത്തിൽ തട്ടിക്കേറിക്കോളാം ഇടിച്ചോളാന്നൊക്കെ ഞാൻ പറഞ്ഞതാ. മോനെ അവൻ വരായിരിക്കോടാ. ബ്രദർ വരും. സമയായി. വരും, എനിക്ക് ഉറപ്പാ. പപ്പ പേടിക്കണ്ട. പേടിയാ എനിക്കാ? അതല്ലടാ മോനെ, കൈയും കാലും വിറച്ചിട്ടേ ഒരു കുളിര് കോരി ഇടുന്നത് പോലെ. മണിയടിച്ചു. Good evening, ladies and gentlemen. The main event tonight features a tag team championship match. The winner of this match will be given full control and ownership of the Samuels Hospital. Yes. മോനെ, ഇതുവരെ അവനെ കണ്ടില്ലല്ലോ. Introducing first, ഈശോ, the challengers, the Isaac Brothers. Weighing in at a combined weight of 410 pounds from the city of Coimbatore, the undisputed champions of the... ഇനി അവൻ വരാതിരിക്കോടാ. ഒന്ന് പോടാ. And now, introducing the champions! എന്റെ ഈശോ. Accompanied by our favorite champion, John Samuel! അവന്റെ എന്നെ വിളിച്ചു. അവൻ എത്തിയില്ലോ. വരുവോടാ. ഇനി വരില്ല. പപ്പ റെഡി ആയിക്കോ. സാറിനെ അങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ അണിയുവാനുള്ള ഉടുപ്പാണ്. സാറ് സ്വയം അണിയുന്നോ അതോ ഞങ്ങൾ അണിയിപ്പിക്കണോ? എനിക്കൊന്നും മുള്ളണമായിരുന്നു. The brothers who dance like feathers, the Count of Monte Cristo, the Cobra! Ladies and gentlemen, they're Cobras! മൂത്രമൊഴിക്കാൻ പോയതാ. Ladies and gentlemen, here they are now, the Cobras! Ladies and gentlemen, approaching the ring now, the reigning champions, the Cobras! എന്താ ഇത്? ബ്രദർ എന്തേ? വരും. ഇതൊരു സ്റ്റാർട്ടിങ്ങിന് മാത്രം വെറുതെ ഞാൻ. ക്ലോസിംഗ് അവര് നോക്കിക്കോളും. പപ്പ വേണ്ട പപ്പ. മോളെന്തിനാ പേടിക്കുന്നേ? പപ്പ എപ്പോഴും പഴയതുപോലെ സ്ട്രോങ്ങാ. വാടാ. Hello, yaar ba coach? ചെല്ല. അയ്യോ ഞാനോ കോച്ച്? ചെല്ലടാ. Come here. Who's first? ഫസ്റ്റ് ആകണം എന്നാണ് ആഗ്രഹം, പക്ഷെ നടക്കുമെന്ന് അറിയില്ല. No. റിംഗിൽ ആരാ ആദ്യം കയറാൻ പോകുന്നത്? ഓ അത് ആരാ ആദ്യം കയറുന്നതെന്ന്? ഞാൻ. വേണ്ട പപ്പ, ആദ്യം ഞാൻ കയറാം. എടാ മോനെ നീ. ഏയ്, ഞാൻ വീട് കഴിഞ്ഞിട്ട് മതി പപ്പ. ഞാൻ പറയാ. ആദ്യം ഞാൻ. സോറി.
എനിക്കറിയായിരുന്നു ബ്രദറിന്റെ വിട്ടുകളയില്ലാന്ന്. To my right, in the red corner, the Cobra. ഇങ്ങനെ ഇനി ഞാൻ കോച്ച്. അപ്പൊ ഞാനല്ലേ കോച്ച്? നീ കൊച്ചി ഇവിടെ നിന്ന് കൊച്ചിയാ മതി. മോനെ കൈയും കാണിച്ചേ. From the city of Coimbatore, Isaac! Please welcome the challenger, Isaac! 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 Yes, thank you. Thank you, gentlemen. Isaac! 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 Cobra! 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 Raja! Isaac! Step to the center of the ring, please. Gentlemen, ready? And fight! ബ്രദറെ, ഇതെന്താ പറ്റിയേ? മോനെ എഴുന്നേക്ക്. come on up. എഴുന്നേക്ക്. Get up. എഴുന്നേക്കാൻ. നോക്കി നിൽക്കാതെ അവന് കൈ കൊടുത്തിട്ട് നീ കേറണം. ബ്രദറെ, ബ്രദറെ, ഞാൻ കയറാം. ബ്രദറെ, കൊടുക്കൈ, ഞാൻ കയറാം. ബ്രദറെ, കൈ കൊടുക്കാൻ, കൈ കൊടുക്ക്. ബ്രദറെ, ബ്രദറെ. എന്താ ബ്രദറിന് പറ്റിയത്?
ബ്രദറെ, 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 ഇത് ഞാൻ കയറാം ബ്രദറെ, ഇത് ഞാൻ കയറാം. പിടിച്ച് മാറ്റ്. തോറ്റു കൊടുത്തേക്ക്. ഒക്കെ കൊണ്ടുപോയി തിന്നട്ടെ ഈ പന്നികള്. ഇല്ല, തോക്കില്ല, ചത്തോട്ടെ. എന്നാലും തോക്കില്ല. ഞാൻ തോറ്റ ബ്രദർ തോറ്റു. സമ്മതിക്കില്ല, എന്റെ ബ്രദറെ തോക്കാൻ സമ്മതിക്കില്ല. അവന്റെ നെഞ്ചു കൂടി ചവിട്ടി പൊളിക്കണ. ഫോൺ എടുത്ത് വേഗം വിളിക്കണം അവനെ.
അവൻ കട്ട് ചെയ്ത് ഫോൺ. ഒന്നുകൂടെ വിളിക്കേ. ചെന്നവനെ കൂട്ടിട്ട് വാ. ശിവദാസ്, ശിവദാസ്, ശിവദാസ്. ஒரு அம்பையோட வயத்தில் பிறந்தால் மட்டும் பிரதர்ஸ் ஆவதில்லை. நீங்கள் ரெண்டாலும் தான் சரியான பிரதர்ஸ். നിങ്ങളുടെ സ്നേഹത്തിനിടയിൽ ഞാൻ ഇല്ല. ആനാ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെയുണ്ട്, എൻ്റെ മനസ്സിൽ. ബാബാ, കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. ഇന്ന് രാത്രി തന്നെ നമുക്ക് നീങ്ങാമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇതെവിടെ ആയിരുന്നുടാ? എത്ര നേരമായി പോയിട്ട്? ഹരിദാസ് നമ്മളെ തേടി ഇറങ്ങിയിട്ടുണ്ട്. ടൗണിലൂടെ 4-5 പ്രാവശ്യം ജീപ്പിൽ പോകുന്നുണ്ടോ ഒറ്റയ്ക്ക്. ബാബാ, അവൻ പുറത്തിറങ്ങിയെന്ന്.
കേട്ടു. ആവേശം കൊണ്ട് ചാടി പുറപ്പെടണ്ട, അപകടമാ. അവൻ മാത്രമല്ല, ആ കുടുംബം മുഴുവൻ നമ്മുടെ ലക്ഷ്യമാണ്. ആദ്യം അവന്റെ കഥ കഴിച്ചാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. അപ്പൊ അവൻ സുഖമായിട്ട് മരിക്കും. അത് പാടില്ല. സ്വന്തം മക്കൾ പെടഞ്ഞു മരിക്കുന്നത് അവൻ കാണണം. അതിന്റെ ഒരു സുഖം അവനും അനുഭവിക്കണം. അത് വേണ്ടേ? അതിന് കാത്തിരുന്നാൽ നമ്മൾ പിടിക്കപ്പെട്ടാലോ? ഇനിയും സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ. ഉവ്വോ, പിടിക്കപ്പെടുമെന്ന് കണ്ടാ സ്വയം മരിക്കാൻ ആരുടെ അനുവാദം വേണ്ട. ഇക്കാക്ക, ഞാൻ ഇനിയും ഇവിടെ തങ്ങണോ? ഞാനത് ആലോചിക്കായിരുന്നു. ഞങ്ങളുടെയൊക്കെ ജീവിതം കഴിഞ്ഞതാ. നീ തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങളെ ഇവിടെ എത്തിച്ചോടെ നിന്റെ ജോലി തീർന്നു. കൂടെ മരിക്കാൻ നിൽക്കാതെ എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടോളൂ. വാൻ കൊണ്ടുപോകണ്ട, നീ പിടിക്കപ്പെടും. അതുവഴി ഞങ്ങളും നാട്ടിലേക്ക് പോവുകയും വേണ്ട. മനസ്സിലായോ? ആ, ഉവ്വ്. Don't move. Don't move. ചെറുവിരൽ പോലും അനക്കരുത്. ഹാൻഡ്സ് അപ്പ്. അഞ്ജു, നോക്ക്. Don't move. Don't move. അഞ്ജു, വേഗം, ഇവന്റെ പിന്നാലെ പോലീസ് ഉണ്ടാവും. ഡാനി, പോപ്പുലർ പോപ്പ് സിംഗർ, ഗിറ്റാറിന്റെ നാദത്തിൽ ലോകം മുഴുവൻ കീഴടക്കിയ കലാകാരൻ. ഇവിടെ പോലീസ് ലോക്കപ്പിൽ
കൊലക്കുറ്റത്തിന് നിന്ന പാവൻ നൊട്ടോറിയസ് ക്രിമിനൽ. ഞാൻ ആരെയും കൊന്നിട്ടില്ല, അറിയാമടാ. നീ ഒരു ഈച്ചയെ പോലും കൊന്നിട്ടില്ലെന്ന്. പക്ഷേ നിന്റെ ആ മറ്റവനുണ്ടല്ലോ, അമ്മാവൻ അലക്സാണ്ടർ, അവന് കൊമ്പിത്തിരി കൂടുതലാ. അവനെ ഒതുക്കണം. കുറ്റം ചെയ്തവർക്ക് രക്ഷപ്പെടണം. എന്തു ചെയ്യാം, മാർഗം നീ മാത്രമായി പോയി. നിന്റെ ഈ പൊക്കം, പിന്നെ ഈ മുടി. നീങ്ങിപ്പോരുത്, നിന്റെ തല ഞാൻ തകർക്കും. പിന്നെ ഒരു കടം ബാക്കിയുണ്ടല്ലോ. അപ്പോ അന്ന് നിന്റെ പാട്ടുകാരെ കമന്റ് അടിച്ചതിന് നീ ഇവരെ തല്ലി. ഇന്ന് ഇവർ തിരിച്ചടിക്കുന്നു, ഇവിടെ എന്റെ കൺമുമ്പിൽ വെച്ച്. അപ്പോ ഹലോ അപ്പോ അച്ഛാ, are you all right? Can you hear me? യെസ്. നീ എവിടെയാ? അറിയില്ല, എവിടെയോ. അച്ഛാ, how is വറീച്ചൻ അങ്കിൾ? അങ്കിളിനെ ഒരുപാട് തല്ലി. അപ്പോ ഹലോ വില്യംസ്. ജെമിനി മദ്രാസിൽ എത്തിയിട്ടില്ല, ഒരു പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. Where is she? വില്യംസ്, I will kill your son. എന്നോട് നീ പണം വാങ്ങിയത് ജെമിനിയെ കൊല്ലാനാണ്. ഡു ഇറ്റ്. എന്റെ ആൾക്കാരെ നീ കൊലയ്ക്ക് കൊടുത്തു, അതിനുള്ള ചെറിയ ശിക്ഷ വറീച്ചൻ. സോ ഡു ഇറ്റ്. വില്യം സാറിന്റെ ഫാം ഹൗസ് അല്ലേ? അതെ. ആരാ? ഞാൻ പുതിയ വാച്ച്മാൻ. ഹലോ, എന്തായി? ഹലോ ഹലോ ഹലോ
വില്യംസ്, നമുക്ക് ഈ കളി മതിയാക്കാം. രോഗിയാണ് എൻ്റെ മകൻ. എനിക്കിവനെ രക്ഷിച്ചേ മതിയാവും. ഞങ്ങളൊരു യാത്രയിലാണ്, ജീവിതത്തിലേക്കുള്ള മടക്കയാത്ര. ഞാൻ, അപ്പു, നന്ദു. വഴി മുടക്കരുത്. ഒരു ദുർബല നിമിഷത്തിൽ നിന്നോട് വാങ്ങിയ പണം, ശാപം കിട്ടിയ പണം, ടേക്ക് ഇറ്റ് ബാക്ക്. ദയവ് ചെയ്ത് പിന്തുടരരുത്. നമുക്ക് തമ്മിൽ ശത്രുതയില്ല. സത്യം. ലെറ്റ് മീ ലീവ്. എനിക്കും ജീവിക്കണം. സാറേ, ചുമ്മാ തിന്നോണ്ടിരിക്കാതെ അല്പം ഒഴിച്ച് കഴിക്കാം. കഴിക്കുന്ന എത്ര നേരമായൊരു ഡ്രസ്. എന്താ ലോബോ? ലോബോ, ഒന്ന് വേഗം വരാൻ പറയണ. അകത്തിരിക്കുന്ന സാർമാരുടെ മുമ്പിൽ നേക്ക് ഡാൻസ് ആടണം. എന്നെ കൊണ്ടാവില്ല സാർ. എന്നാലും അത് തുറന്നു പറഞ്ഞൂടെ? ജെയിംസ് സാർ ചീത്ത പറയും. ചീത്ത പറഞ്ഞാൽ തിരിച്ചു പറയണം. വായിൽ നാവില്ല നിനക്ക്. എന്താണ് അത്ര താമസം? വിളിച്ചാ കേട്ടില്ലേ? തുറന്നു പറയടോ. അവര് പറഞ്ഞ പോലെ അഴിഞ്ഞാടാൻ സാധിക്കില്ലെന്ന്. തനിക്കെന്താ അതിൽ കാര്യം? നീ പോടാടുന്നു. നിങ്ങൾക്ക് തരുന്ന ശമ്പളത്തിന് തുണിയില്ലാതെ ആടണമെന്ന് ഭായി പറഞ്ഞോ? ഇനിയിപ്പോ അയാൾ അങ്ങനെ പറഞ്ഞാലും ചെയ്യരുത്. ഇവനൊക്കെ അത്രയ്ക്ക് മൂത്തെങ്കിൽ വല്ല മുള്ളുമുറിക്കലും പോയി കയറട്ടെ. എരന്ന് തിന്നാൻ വേണ്ടി ജനിച്ച കുറെ നാറികളുണ്ട്. അവനെയൊക്കെ താങ്ങാൻ കുറെ പരമനാറികൾ.
വാ. വരാൻ. പാപ്പാളി സാബു മിഡിൽ ക്ലാസ് കുടുംബത്തിലെ പയ്യൻ, കോളേജ് ഡ്രോപ്പ് ഔട്ട്, ഡ്രഗ്സും പിന്നെ പെൺകുട്ടികളും. വീക്ക് പോയിന്റ്സ് അത് രണ്ടുമാണ്. ഭീഷണിപ്പെടുത്തി പണം പെരുവാണ് പ്രധാന തൊഴിൽ. ഓട്ടോ രാജു ഓട്ടോ ഡ്രൈവറായിരുന്നു പണ്ട്. പക്ഷേ ഇന്ന് അവന്റെ കയ്യിൽ എന്തിനും തയ്യാറായിട്ടുള്ള 20ഓളം ചെറുപ്പക്കാരുണ്ട്. കുട്ടികളെന്ന് പറയണം. 18നും 22നും ഇടയിൽ പ്രായമുള്ള. ഷറഫ് എന്ന ഷറഫുദ്ദീൻ 4 കൊലപാതക കേസിലെ മുഖ്യപ്രതിയായിരുന്നു. പക്ഷേ തികച്ച 4 കൊല്ലം ജയിലിൽ കിടന്നിട്ടില്ല. സബ് ജയിലിലും സെൻട്രൽ ജയിലിലും മയക്കുമരുന്നുകൾ എത്തിക്കുന്ന റാക്കറ്റിന്റെ നേതാവ്. പോളി ഡ്രഗ് പുഷറാണ്. പിന്നെ നീലചിത്രങ്ങളുടെ നിർമ്മാണ വിതരണം, അനാക്റ്റീവ് ഹോമോസെക്ഷൽ. അത്തരം കേസുകൾ ഒരുപാടുണ്ട് ഇവന്റെ പേരിൽ. കരടി ബിജു കൊട്ടേഷൻ ജോലിയിൽ ഇവനാണെന്ന് സുപ്രീം പൊസിഷനിൽ. ആളുകളുടെ ശരീരഭാഗങ്ങൾക്കും ജീവനും വിലവിവര പട്ടികയുമായി 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ഓഫീസുണ്ട് ഇവന്. കൂട്ടത്തിൽ ഏറ്റവും ഡേഞ്ചറസ്. ഈ 5 ചെറുപ്പക്കാരാണ് ഇന്ന് ഈ നഗരത്തിൽ നടക്കുന്ന എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെയും പുറകിൽ. 5 സംഘങ്ങളായി പ്രവർത്തിച്ചിരുന്ന ഇവരെ ഒരു സൂപ്പർ ബ്രെയിൻ കോർഡിനേറ്റ് ചെയ്ത് തമ്മിൽ മത്സരമില്ലാതെ കിട്ടുന്ന തുക വീതം വെച്ച് കൊടുത്ത് നിയന്ത്രിക്കുന്നു. ഭരണത്തിൽ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, പക്ഷെ അവരുടെ സപ്പോർട്ട് എന്ന് ഇവർക്കുണ്ട്. ഒരിടി താങ്ങാൻ ശേഷിയില്ലാത്ത പിള്ളേരാ 5. പക്ഷേ ദേഹത്ത് തൊടാൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ആർക്കും ധൈര്യമില്ല. ജയിലുകൾ അവർക്ക് ബന്ധുവീട് പോലെ, ഒരു പിക്നിക് സ്പോട്ട് പോലെ പ്രിയപ്പെട്ട സ്ഥലമാണ്. ഇന്നിവിടെ ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിയുടെ ഓഫീസിൽ നിന്നായിരിക്കും യുവമാർക്ക് വേണ്ടി സ്റ്റേഷനിൽ വരുന്ന ആദ്യത്തെ കോൾ. ഏത് കോണാത്തിലെ സമയത്ത് ഞാൻ മന്ത്രിയാന്ന് എനിക്കറിയാൻ പാടില്ല. സ്വസ്ഥമായിട്ട് ഭരിക്കുന്നത് പോട്ടെ, ചൊവ്വിന് കിടത്തി ഉറക്കത്തില്ലല്ലോ പുല്ലന്മാര്. ക്രമസമാധാനം അമ്മൂമ്മയുടെ തേങ്ങാമുറി. ഒന്ന് മാറി നിൽക്കടോ. അകത്തില്ലേ മന്ത്രി അദ്ദേഹം? ഓ, ഇവിടെ കമ്മീഷണറും ADM-ഉം ബാക്കി സാറുമാരൊക്കെ ഉണ്ട്. ഞാൻ വിളിക്കാം. രാത്രി ട്രിവാൻഡ്രത്തെത്തും. ഓക്കെ. ഏണസ്റ്റ് പുറത്ത് പത്രക്കാരെ അകത്തിട്ടുണ്ടോ? പണ്ടാറുടങ്ങാൻ ഇവന്മാരുടെ ചൊറിയണ ചോദ്യത്തിനൊക്കെ എന്ത് സമാധാനം പറയാനാ? അല്ല, ഞങ്ങള് മന്ത്രിമാരെ ബീട്ടൂട്ടിക്ക് ഇറങ്ങി ക്രമസമാധാനം സംരക്ഷിക്കാൻ പറ്റുമോ? അതിനല്ലേ തൊപ്പിയും തോക്കുന്നെന്ന് നിങ്ങൾ കുറെ അണ്ണന്മാരെ ശമ്പളത്തിൽ വെച്ചിരിക്കുന്നത്. യു നോ സർ, ഞങ്ങളുടെ ലിമിറ്റേഷൻസ്. ആ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാ നിങ്ങൾ കയറി പണിയും. നിങ്ങൾ കയറി പണിഞ്ഞാ പിന്നെ മന്ത്രിസഭ എപ്പ വീണെന്ന് ചോദിച്ചാ മതി. എന്തായിരുന്നു ആ ഹൈവേല്? വണ്ടി ബ്ലോക്ക് ചെയ്ത് മോഷണമായിരുന്നു. 25 lakhs. വല്ല തുമ്പുണ്ടാ? ഇത്തരം ഓപ്പറേഷൻസ് നടത്തുന്ന സിറ്റിയിലെ ഗ്രൂപ്പിനെ തന്നെ വേണം സർ സംശയിക്കാൻ. ആർക്കാണ് അതിന്റെ ചാർജ്? ഹീസ് ഇൻ ചാർജ്. അശോക്, കസബ SI. ഒന്ന് ആഞ്ഞു പിടിമോനെ. കണിച്ചുളകിലൊന്നും ചേർത്തില്ലെന്നൊക്കെ കോള് വരുന്നുണ്ട്. സർ, മുകളിൽ നിന്നുള്ള പ്രഷർ ഉണ്ടാവില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ വലിയ പരിധിവരെ ഇവിടുത്തെ ഗുണ്ടാ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും. തനിക്കിപ്പോ ആ കോളീസ് വണ്ടി അടിച്ചുകൊണ്ട് പോയ കാശിന്റെ കാര്യം അന്വേഷിക്കില്ല പണി. കൂടിയ കാര്യങ്ങൾ നോക്കാൻ കൂടിയ സാറന്മാർ വരും. മനസ്സിലായോ സർ? ആ, എന്നാ പോയിട്ട് എല്ലാരും. കമ്മീഷണറെ, നമുക്ക് പിന്നെ കാണാം. സർ. ആ, ഏണസ്റ്റ് സർ, ആ ഷൺമുഖനെ ഒന്ന് വിളിക്കണം. അവനൊന്ന് കണ്ടേ പറ്റു പോകുമോ? ആരാ രാമയ്യൻ? കാസിം സെട്ടിന്റെ ആൾക്കാരാ ബാബ. ജോർജ് മാത്തിന്റെ കൈത്തണ്ടിൽ വെടിയേറ്റിട്ടുണ്ട്. ഭയപ്പെടാനൊന്നുമില്ല. വേറെ 5 ആൾക്ക് ചില്ലറ മുറിവുകളുണ്ട്. എല്ലാവരെയും ഹോസ്പിറ്റലിലാക്കി. അഡ്മിറ്റ് ചെയ്തോ? എന്ത് മണ്ടത്തരാ കാണിച്ച്? എന്നാ ഡിസ്ചാർജ് ചെയ്യിക്കട്ടെ ബാബ. കഴുതകള് രണ്ടിനും ഈ തണ്ടു തടിയല്ലാതെ മറ്റൊന്നുമില്ല. ഇപ്പോഴാണ് ആൻറ്റു വേണ്ടത്. ആ, പറ്റിയത് പറ്റി. ഒരു കാര്യം ചെയ്. ആര് ചോദിച്ചാലും ആരാണ് വന്നതെന്നോ എന്തിനാണ് വന്നതെന്നോ ഒരറിവില്ലെന്ന് പറഞ്ഞേക്കണം. സേട്ടുവിന്റെ ആൾക്കാര് നമ്മുടെ സ്ഥലത്ത് വന്നിട്ടില്ല. മനസ്സിലായോ? ആ, എല്ലാരും പോയിക്കോളി. ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല. മക്കളെ, നമ്മൾ മോശക്കാരായല്ലേ? അത് പാടില്ല. നമ്മുടെ ആൾക്കാരോട് 4 വഴിക്കും പോകാൻ പറ. അവൻ എവിടെ ഉണ്ടെന്ന് ഉടനെ അറിയണം. നമുക്ക് ഇത് അവസാനിപ്പിച്ചേക്കാം.
വിനോദ് ഭാസ്കറിന്റെ മൊഴിയും കർണാടക പോലീസിന്റെ എഫ്ഐആറിനോടൊപ്പം താൻ എഴുതിയുണ്ടാക്കിയ സ്റ്റേറ്റ്മെന്റും പിന്നെ വള്ളക്കാരൻ കാദർ എന്ന ദിക്സാക്ഷിയും സാധാരണഗതിയിൽ പ്രതിക്ക് ജാമ്യം നിഷേധിക്കാൻ ഇത് തന്നെ ധാരാളാ. പക്ഷെ ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പുലിയാക്കാനും വാക്ചാതുര്യവും സാമർത്ഥ്യവുമുള്ള അഡ്വക്കേറ്റ് രമേശൻ നമ്പ്യാരാണ് നമ്മൾ ഓപ്പോസ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കണം. പണ്ട് ഞങ്ങൾ തമ്മിൽ ഉറസിയപ്പോഴൊക്കെ ആൾ നേടിയിട്ടുണ്ട്. അന്ന് പക്ഷെ ഇന്നത്തെ പോലെ സ്ട്രോങ് ആയിരുന്നില്ല പോലീസിന്റെ ഭാഗം. രമേശ് നമ്പ്യാരുടെ കാര്യം ഓർത്ത് സാറ് പേടിക്കണ്ട. പ്രതിക്ക് വേണ്ടി അയാൾ കോടതിയിൽ ഹാജരാവില്ല. ബാംഗ്ലൂരിൽ നിന്ന് രാത്രി 2 മണിക്കാണ് അയാൾ പുറപ്പെട്ടിരിക്കുന്നത് ബൈ കാർ. കർണാടകത്തിലെ റോഡിന്റെ വേഗത കേരളത്തിലെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ കിട്ടില്ല. ഇനി അഥവാ അയാൾ അതിനെ തരണം ചെയ്താൽ തന്നെ കാറിന്റെ വേഗത 100-ന് മുകളിലായിരിക്കണം. ഹൈവേ സ്പീഡ് ലിമിറ്റ് 70 കിലോമീറ്റേഴ്സ്. സെക്ഷൻ 279, 337, 338 പ്രകാരം 70 കിലോമീറ്റർ സ്പീഡിന് മേലെ പായുന്ന വാഹനങ്ങൾ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗിന് കസ്റ്റഡിയിലെടുക്കാനും ഡ്രൈവറെ അറസ്റ്റ് ചെയ്യാനും പോലീസിന് അധികാരമുണ്ട്. എന്റെ സുഹൃത്തും കൊച്ചി ട്രാഫിക് കൺട്രോൾ ASPയുമായ ജേക്കബ് ഇരാളി എന്റെ നിർദ്ദേശമനുസരിച്ച് രമേശ് നമ്പ്യാരെയും കാത്ത് ഹൈവേയിൽ നിൽക്കുന്നുണ്ടാവും. അൾട്രാമോഡേൺ സംവിധാനങ്ങളുള്ള ഇന്റർസെപ്റ്റർ വെഹിക്കിളിൽ 1.5 കിലോമീറ്റർ ദൂരത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും അവയുടെ വേഗതയും അദ്ദേഹത്തിന് കാണാം. അത് റെക്കോർഡ് ചെയ്യപ്പെടും. Hey, all of you get ready. ട്രാഫിക് റൂൾസ് ലംഘിച്ച് പോലീസ് സ്റ്റോപ്പിന് തകർത്ത് വക്കീലിന്റെ കാറിന്റെ മുമ്പിലൂടെ പാഞ്ഞു പോയി സർ. സ്പീഡോ 1 സെക്കൻഡ്.
Car speed recorded 140 kilometers, sir. Yes, I'm sure. It's him. Advocate Ramesh Sambhya. ഇറങ്ങണം. ഒരു ബറ്റാലിയൻ പോലീസ് ഉണ്ടല്ലോ, എന്താ പ്രോബ്ലം? To arrest you. For what? Overspeeding. Highway speed limit 70 kilometers per hour. Yeah, I know that. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? തർക്കിക്കാൻ പറ്റില്ല വക്കീലെ. പോലീസിന്റെ ഇന്റർസെപ്റ്ററിൽ ഈ വാഹനത്തിന്റെ സ്പീഡും വിഷ്വലും റെക്കോർഡഡ് ആൻഡ് യു വർ സ്പീഡിംഗ് അറ്റ് 140 kilometers. എന്തായാലും ഓവർ സ്പീഡിംഗ് കുറ്റകരമാണ്. പക്ഷെ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല. ഇക്കണ്ട പോലീസുകാർ മുഴുവൻ നോക്കി നിൽക്കെ കാർ നിർത്തി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ വണ്ടി ഓടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിച്ചേ പറ്റൂ. കാരണം ഈ കാറ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. ഇത്രയും വേഗം എന്നെ ഇവിടെ എത്തിച്ചതിന്റെ ക്രെഡിറ്റ് ഭായിക്കാം, വിക്രം ഭായ്. ഭായ്, he is Vikram. Vikram Bhai, my friend. Himalayan rally winner. You can arrest him. Bhai, ജോളിയായിട്ട് ഇവരോടൊന്ന് പോയിട്ട് വാ. By the time I'll arrange for the bail. Sure. Sir, time is up. 11 മണിക്കാണ് കോടതി. കാണാം. എന്റെ മോനെ രക്ഷിക്കാൻ ആരുമില്ലേ? ഒന്നും ചെയ്യല്ലേ. എന്റെ മോനെ രക്ഷിക്കില്ലേ? എന്റെ മോനെ
പാട്ട് കൊള്ളാം, പാടിയാടും കൊള്ളാം. ഏയ് എന്താ ഇവിടെ വരുന്ന? നിനക്ക് ഇതിനെക്കാട്ട് നല്ല പാട്ട് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. എന്താ കാണിക്കുന്നത്? ബഹളം വെക്കാതെ. ഓടാ. എന്താടാ വേണ്ടത് നിനക്കൊക്കെ? എന്താ മനസ്സിലായില്ലേ? ഇവിടെ ബേബി പാട്ടുകാരാ, വാ വാ വാ, പാട്ട് പാടാൻ വാ വാ. പാട്ട് പാടാൻ മാത്രമല്ലടാ ഡാനിക്കറിയാവുന്നത്. എത്ര പെട്ടെന്ന് നേരം വെളുത്താ ബ്രദറെ, പള്ളിയിൽ 1 മണി അടിച്ച് വാ, വ്യായാമം ചെയ്യാം. എനിക്കും കൂടെ വേണ്ടി ബ്രദർ ചെയ്താൽ മതി. ആ, നാളെ എൻ്റെ ബ്രദർ ചെയ്തോളണം കേട്ടോ. ഈശോയെ മസിലൊക്കെ പെരുത്തു വരണേ. എൻ്റെ അമ്മയും മകനും കൂടിയാ എനിക്ക് ബ്രദറിന്. ഏതുണ്ടി എളുപ്പം നേരത്ത് ഇതുവരെ ഉറങ്ങിയില്ലേ? വിജയാഘോഷമായിരിക്കും അല്ലേ? മനസ്സിലായില്ല. നിങ്ങളാണല്ലേ ജോൺ സാമുവലിന്റെ സ്പോൺസേഴ്സ്? അതെ, നമ്മളാരാ? ഞാൻ ഐസക്, ഇത് ആൽബർട്ട്. കുറച്ച് കുഴപ്പക്കാരാ. ഓഹോ, എന്നാ പിന്നെ കുഴപ്പക്കാരി ചെയ്യില്ലേ, കിടക്കണമായിരുന്നു. ഇവിടെ കിടന്നു, പക്ഷേ ഇനി അവിടെ കയറി കിടക്കാൻ നോക്കരുത്. ആ ജോണിന്റെ വീട്ടിലേ. അല്ല, അങ്ങനെ കേട്ടു. 2 പെങ്കൊച്ചുങ്ങളുള്ള വീടാത്. അവരാണെങ്കിൽ ചിലപ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ളതാ. ഇറങ്ങി പോരാ അവിടുന്ന്. നീക്കെന്താ ഭീഷണിപ്പെടുത്ത? ബ്രദറെ? ഏയ്, അവന്മാരാണ് ബ്രദറെ. ഏത് നമ്മുടെ ജോൺ സാറിന്റെ മക്കളെ പൊക്കാൻ നടക്കണ അല്ലേ? മറ്റവൻ പറഞ്ഞ ഗജപോക്കറികള്. പോക്കിരിത്തരം പറഞ്ഞോണ്ടല്ലോ. ഏയ്, ഇവന്മാരെ നമ്മൾ ഉണ്ടാക്കുന്നു. ഉറങ്ങും. എന്താടാ? ഞാടേ ബ്രദറിനെ കണ്ടപ്പോ കണ്ണ് തള്ളിപ്പോയാ? ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് കരുതിയാ? ഞാൻ ഒറ്റക്ക് മതിയാടാ, വേടാ. സോറി, അത് പേര്? ബ്രദറിന്റെ പേരാ രജനീകാന്ത്. സ്റ്റൈല് കണ്ടില്ലേ? ഓടാപ്പ പോടാപ്പ ഓടാപ്പ. ആളും കുടിച്ച് കണ്ണും കാണാൻ. ബ്രദർ വാ. എന്താ ഏട്ടാ, എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല. സിദ്ധു, എടുക്കണ വണ്ടി ഓടിക്കടാ.
You be there. ദിസ് ഈസ് ദ മാൻ ദേവരാജൻ. You are under arrest, Mr. ദേവരാജൻ. എന്താ കാര്യം? ശങ്കർ മരിച്ചു It was only an accident. എന്നാണ് ഞങ്ങളും കരുതിയത്. മിസ്റ്റർ കാറിന് വിസിബിലിറ്റി കുറവായിരുന്നു. പോയിന്റ് ബ്ലാങ്കിൽ അയാൾ കൈപൊക്കിയത്. ഞാൻ മാക്സിമം റേറ്റ് ചവിട്ടുകയും ചെയ്തു. ആക്സിഡന്റ് അത്ര സീരിയസ് അല്ല, ഒരു മൈനർ ഹെമറേജ്. ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ഫേറ്റൽ. പക്ഷേ ശങ്കർ വെടിയേറ്റാണ് മരിച്ചത്. നോ, യെസ്, അയാളുടെ ലങ്സിൽ നിന്നെടുത്ത ബുള്ളറ്റാണിത്. മൂന്നാമത്തെ വെടി ശരീരം തുളച്ചു പുറത്തു. പോസ്റ്റുകളെ കുറിച്ച് ഒന്നും അറിയാത്ത ആളല്ല ദേവരാജൻ. ആക്സിഡന്റിനെ കുറിച്ച് അയാൾ പറഞ്ഞത് ശ്രദ്ധിച്ചോ? പോയിന്റ് ബ്ലാങ്കിൽ നിന്നാണത്രേ ചത്ത ആള് കൈപൊക്കിയത്. പോയിന്റ് ബ്ലാങ്ക് ഒരു സാധാ ഡ്രൈവറുടെ ഡിക്ഷണറി ഇല്ലാത്ത വാക്കായത്. ഈസ് നോട്ട് എ ക്രെയിൻ ഓപ്പറേറ്റർ. ഗുഡ് ഈവനിങ് സർ. പോൾസൺ വില്യംസ് IPS, ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ടാണേ. സുഹൃത്തുക്കൾ പോളച്ചൻ എന്നും ശത്രുക്കൾ വില്യംസ് എന്നും വിളിക്കും. യു ഹാവ് യുവർ ചോയ്സ് മിസ്റ്റർ ദേവരാജൻ. സാറി രാത്രി ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ല. ദൈവം ഇങ്ങനെ വാരിക്കോരി അനുഗ്രഹിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണെന്ന് പറയാതെ ഇദ്ദേഹത്തെ ഇവിടെ വെച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞത് വലിയ കാര്യം. പിടിവിട്ടു പോയാൽ പോയില്ലേ? വാ വാ. സർ, ഇത് വണ്ടിയിൽ നിന്ന് കിട്ടിയതാ. ജെമിനി ഓഫർ ചെയ്ത എമൗണ്ട് എത്ര? എന്നെ കൊല്ലാൻ അവൾ എത്ര തന്നു? ഇനി എത്ര തരും? ഇൻബോൺ ആർട്ടിസ്റ്റാണ് അവൾ. തികഞ്ഞ നടി. താരം തെരഞ്ഞെടുത്ത കൊലയാളിയും അതേ ജനസ്. ബോൺ ആർട്ടിസ്റ്റ്. ഫാക്ടറിയിൽ നീ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ സംശയിച്ചില്ല. ദാറ്റ്സ് എ ബ്യൂട്ടി. ആക്ടിങ്, നടിപ്പ്, വിദ്യയാണ് ശങ്കർ. പമ്പര വിഡ്ഢി. നിന്നോടുള്ള പൂർവ്വ പരിചയം ഒരു വീക്ക് മൊമെന്റിൽ അവൻ എന്നോട് പറഞ്ഞു. എനിക്ക് പറ്റിയ ചതിയുടെ ആഴം ആ ഒരു നിമിഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. എന്നെ കൊല്ലാൻ നിന്നെ ഏർപ്പെടുത്തിയവനാണ് ശങ്കർ. ഓഫ് കോഴ്സ്, ജെമിനിയുടെ അറിവോടെ. നോ നോ, അല്ലല്ല, ശങ്കർ അല്ല. സോ ഐ കിൽഡ് ഹിം. ശങ്കർ ഈസ് നോ മോർ. ശങ്കറിനെ രക്ഷപ്പെടുത്താനുള്ള നിന്റെ ശ്രമം എനിക്കിഷ്ടപ്പെട്ടു. ചത്തത് അവന്റെ ബാഡ് ഫേറ്റ്. ലീവ് ഇറ്റ്. പക്ഷെ നിന്റെ വരവ് രണ്ടു വിധത്തിൽ എന്നെ സഹായിച്ചു. ഒന്ന്, ശങ്കറിന്റെ മർഡറിന് ഒരു സ്കേപ്പ് ഗോഡിനെ കിട്ടി നീ. രണ്ട്, നിന്റെയും ശങ്കറിന്റെ ഒത്തുകളി പൊളിഞ്ഞു. സാർ, ഒത്തു കളിക്കുകയായിരുന്നു. ശങ്കറിനെ നിനക്ക് വഴിയിൽ ഉപേക്ഷിക്കാമായിരുന്നു. എന്തുകൊണ്ട് ഉപേക്ഷിച്ചില്ല? സൽപ്രവർത്തിക്ക് പേര് കേട്ടവനല്ല ദേവരാജൻ. രണ്ട് കാര്യങ്ങൾ എനിക്കറിയണം. മദ്രാസിയിലെത്തിയാൽ ജെമിനി എന്ത് ചെയ്യും? വാട്ട് വാസ് യുവർ അഡ്വൈസ്? പോലീസ് റിപ്പോർട്ട് ചെയ്യും. നോ പ്രോബ്ലം. ഒരേ ഒരു സാക്ഷി നീയാണല്ലോ. സോ നോ പ്രോബ്ലം. Then where is the original killer? The real prince of darkness, Dracula. Is he alive? അവനെ കൊന്നെങ്കിൽ ധൈര്യമായി പറഞ്ഞു, ഞാൻ ക്ഷമിക്കാം. If he is alive, ഞാൻ അത് അറിഞ്ഞേ തീരൂ. The whole Gemini episode, ഞാൻ അത് അറിഞ്ഞേ തീരൂ. In detail. 5 ലക്ഷം രൂപയും തിരുവനന്തപുരത്തെ 4 ഡോക്ടേഴ്സും ഉണ്ടെങ്കിൽ അപ്പുവിന്റെ ജീവിതം ഭദ്രം. Is it? അപ്പു മരിച്ചാലോ? രോഗം കൊണ്ടല്ല, വെടിയേറ്റ് മരിച്ചാലോ? നീ എങ്ങനെ റിയാക്ട് ചെയ്യും?
അയ്യോ പടപടാന്നിരിക്കുന്നല്ലോ. അല്ല, പാൽപിറ്റേഷൻ തുടങ്ങിയല്ലോ. അയ്യോ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. അങ്ങനെ 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 തന്നെ. രണ്ടറ്റായി കഴിഞ്ഞിരിക്കുന്ന എന്നെ നീ കൊലക്കൂടി കൊല്ലടാ. അയ്യോ സാർ, പോലീസാണല്ലേ? സാർ, ഞാൻ പട്ടാളം, എയർഫോഴ്സ്. നാമക്കല്ലി എന്ന് പറഞ്ഞ് കോഴിയായിട്ട് കൊച്ചിക്ക് പോവാ. നീ കള്ളനാണല്ലേ? അല്ല ആശാനെ, കാര്യം എയർഫോഴ്സ് ആണെങ്കിലും പട്ടാളവും തോക്കും ഇത് രണ്ടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഒരു ഡ്രൈവറാ സാറേ. പക്ഷെ ഈ സാധനം എനിക്ക് പേടിയാ. മാഷേ, അതങ്ങ് മാറ്റിയപ്പം മസിലൊക്കെ ഒന്ന് അയഞ്ഞ്. മസിലയഞ്ഞപ്പോ ദേ വേറൊരു പാര. ഇവിടെയാണ് നേരവും വെളുത്തല്ലോ. അയ്യോ, എന്താണ് 1+2 മൊത്തം 3. ഞാനിവിടെ ഏതെങ്കിലും ഒരു ചെറിയ ഹോട്ടലിൽ നിർത്തി കാര്യം സാധിക്കാം. ലുങ്കി സോപ്പ് വീണ്ടാത്താ. പെട്ടിയുടെ താക്കോല്ലാതേല താഴെ ഭയങ്കര തിരക്ക്. പട്ടാള വന്ന് പറഞ്ഞപ്പോ അമ്മമാര് മുകളിൽ നിന്ന് ഇപ്പൊ വരാം. ഈ വണ്ടി വന്നാൽ ഏത് റൂമില്? 203. ஆமாண்டி, 7 மணிக்கெல்லாம் வந்தாச்சுங்க. ஓ, என்ன வேணாலும் சொல்லு நீ. சொல்லுங்க. அப்படியெல்லாம் பேசக்கூடாது. പൊണ്ടാട്ടി പൊണ്ടാട്ടി സാധനം പാണ്ടിയ. ചിക്കിലി കൊടുത്ത് ഒഴിവാക്കാൻ നോക്കി, അവള് വിട്ടില്ല. മടവിധി. ചൊല്ല. நான் சொன்னேன், நீ எடுத்துட. அதை கொடுத்துட, அது பிரச்சனை இல்ல. எல்லாம் ஃபேமிலி மாதிரி தானே, எதுக்கு இப்ப பேசுறான்? அவனே அந்த திருட்டு மூஞ்ச பார்க்காத. Dracula, the Prince of Darkness. പക്ഷേ അത് നിനക്ക് ചേരില്ല, എനിക്ക് ചേരും. ബിക്കോസ് ഐ ആം ദ ഒറിജിനൽ. എന്നെ കണ്ടപ്പോ ഡ്യൂപ്ലിക്കേറ്റ് ഞെട്ടുന്നു. അയ്യോ പാവം, ഇതെന്ത് ഡ്രാക്കുള? ഇത് വെറും ലോക്കൽ അല്ലേ? മാക്സിമം ഒരു 6 കൊല്ലയുടെ റേഞ്ച് വരും. പിശാചുക്കളെ നാറ്റിക്കാനുണ്ടായ അശു. ജെമിനി വില്യംസ് എൻകൗണ്ടർ, അത് അവരുടെ കുടുംബകാര്യം. നമുക്കൊരു കാര്യമില്ല. പക്ഷെ യവന് കാര്യമുണ്ട്. എന്റെ ചോറാണ് മാഷേ. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊന്ന് വഴിതെറ്റി. വഴി കണ്ടുപിടിച്ചവൻ അടുത്ത ഡ്രാക്കുള കയറി പറ്റി. തട്ടിക്കളാന്ന് പറഞ്ഞല്ലേ ഞാൻ. സമ്മതിച്ചില്ല, അനുഭവിക്കും. സർവീസിലായിരുന്നപ്പോ എന്റെ ബോസ് ആയിരുന്നു വില്യംസ്. ഇപ്പൊ ഞങ്ങൾ സുഹൃത്തുക്കളാ. 2 മുതലാളിമാർ തമ്മിലുള്ള സ്നേഹബന്ധം. അതർമാൻസ് മണിയിലാണ് രണ്ടിന്റെയും കളി. അങ്ങനെ നിനക്ക് തോന്നാം, ജെമിനിയുടെ കാശിൽ വില്യംസിന്റെ കളി, നന്ദുവിന്റെ കാശിൽ എന്റെ കളി. യു ആർ റൈറ്റ്. നന്ദു പോയ വേറൊരു നന്ദു, ജെമിനി പോയ വേറൊരു ജെമിനി. പക്ഷെ അവരുടെ പണം അത് പോകാൻ പാടില്ല. അന്നത്തെ എന്റെ അതേ അവസ്ഥയിലാണ് വില്യംസും. ജെമിനി വിവാഹിതയാവുന്നു, തൊപ്പിക്കാരൻ ഒഴിഞ്ഞേ പറ്റൂ. പക്ഷെ ഞാൻ അന്ന് ചെയ്യാൻ മടിച്ചത് വില്യംസ് ചെയ്തു. ജെമിനിയെ കൊല്ലാൻ ഒരാൾ. സോ ഐ സെൻഡ് ഹിം. എന്ത് കാര്യം? ചിക്കിലി മുഴുവൻ കൊണ്ടുപോയില്ലേ? സഞ്ചിയിൽ എത്ര ഉണ്ടാക്കി? വാടക കൊലയാളിക്ക് എസ്കോട്ട് വന്നത് വില്യംസിനെ വളർത്താനല്ല. ഐ നോ യു ആർ ഹിയർ വിത്ത് ഫാദർ വർഗീസ്. തീരെ പ്രതീക്ഷിക്കാതെ ഒരാൾമാരായിട്ട് നടന്നപ്പോ ഐ കെപ്റ്റ് എ ലോ പേസ്. വില്യംസിന്റെ മുന്നിൽ നീ കൊടുങ്ങുമെന്ന് ഞാൻ കരുതി. ഇല്ല, സക്സസ് എപ്പോഴും നിന്റെ കൂടെ ആയിരുന്നു. ഓക്കെ, അത് ദൈവനിശ്ചയം. ഈ പണം നിന്റേതാണ്. പോരെങ്കിൽ പറയാം, ഫോർഗെറ്റ്.
അവന് ഞാൻ കോമൺ സെറ്റ് ചെയ്തോളാം. ബട്ട് അപ്പുവിനെ എനിക്ക് വേണം. ഐ നോ ഹീ ഈസ് സിക്ക്. വില്യംസ് എല്ലാം എന്നോട് പറഞ്ഞു. ലോകത്തെവിടെയെങ്കിലും ഒരു ചികിത്സ ഉണ്ടെങ്കിൽ അത് അപ്പുവിനെ കിട്ടിയിരിക്കും. അവൻ ജീവിച്ചിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. അപ്പു ഇല്ലെങ്കിൽ എനിക്ക് നന്ദുവില്ല. നന്ദു അത് കോടികളുടെ ഒരു പ്രസ്ഥാനമാണ് ദേവരാജ. ഇനി അത് വിട്ടുകളിക്കാൻ ഞാൻ തയ്യാറല്ല. വില്യംസ് ഉടനെ എത്തും. Then we are moving to Holy Angels. അപ്പു എന്റെ കൂടെ. You are free. ശങ്കരന്റെ മരണവുമായി നിനക്ക് പിന്നെ യാതൊരു ബന്ധവുമില്ല. വാക്കാണ്. Free for ever. അപ്പോ എല്ലാം ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞു. ആന്ധ്ര സ്റ്റൈലോ മദ്രാസ് സ്റ്റൈലോ ആവട്ടെ, കിഡ്നാപ്പിംഗ് ഈസ് എൻ ഒഫൻസ്. അതും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ജനപ്രതിനിധികളെ.
അതിന് ആഭ്യന്തരമന്ത്രിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടി അത് തടയേണ്ടത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കടമയാണ്. കടമകൾ താൻ എന്നെ പഠിപ്പിക്കണ്ട. നിങ്ങളെ പോലുള്ളവരെ പഠിപ്പിച്ചൊരു കാര്യമില്ലെന്ന് എനിക്കറിയാം. പകരം സത്യസന്ധരായ കുറച്ച് പോലീസുകാരുണ്ട് എന്റെ കീഴിൽ. പഠിക്കാൻ കഴിവുള്ളവർ, പറഞ്ഞാൽ മനസ്സിലാകുന്നവർ. സായനപത്രം, ചൂടുള്ള വാർത്ത. MLA-മാരെ തട്ടിക്കൊണ്ടുപോയി, മന്ത്രിസഭ പ്രതിസന്ധിയിൽ. സായനപത്രം. കുഞ്ഞെ, ദേവരാജൻ PKR-നെ കൊന്നു, MLA-മാർ തട്ടിക്കൊണ്ടുപോയി. കുഞ്ഞു സൂക്ഷിച്ചോണം, അവർ തീക്കളി തുടങ്ങിക്കഴിഞ്ഞു. എനിക്കറിയില്ല, അവരെ തിരക്ക് ഞാൻ ഇറങ്ങിയേ. Look, I want full details regarding all his business establishments. Sir, that too immediately. വിളിച്ചോണ്ട് വാടാ എല്ലാത്തിനും. കുറച്ചു മുമ്പ് വീമ്പിളക്കിയ മുട്ടാളന്മാർക്ക് എന്തു പറ്റി? ഭയന്നോ? കൊണ്ടുപോടാ അതെല്ലാം. ഡിസംബർ 31, ഇനി 3 ദിവസം കൂടി. അന്ന് നിങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ഇവിടെ ചെയ്യുന്നു, എന്റെ ഇഷ്ടപ്രകാരം. ബാലറ്റ് പേപ്പർ എന്നെ കൊന്നാൽ ഞാൻ ചെയ്യില്ല. ചെയ്യും, ജീവനോട് തന്നെ. അല്ലെ ദേവരാജൻ ചെയ്യിക്കും. വേണ്ട, ചിലപ്പോ കള്ളപ്പെടും. വിരലടയാളം മതി. അങ്ങനെ ഒന്ന്
ദേവരാജൻ മുഖ്യമന്ത്രി. എനിക്കൊരായുധം വേണം. എനിക്ക് നല്ലവനാകണ്ട, എനിക്ക് കൊല്ലണം. ഇവനെയൊക്കെ പിച്ചു ചീണ്ടി കൊല്ലണം. എനിക്കൊരായുധം തരൂ. നീ ഒറ്റയ്ക്കല്ല, എല്ലാവരും ഉണ്ട് നിന്റെ കൂടെ. ഓട്ടെ, ഇനി ഞങ്ങളിവിടെ തങ്ങിയ നിങ്ങൾക്ക് ആപത്താണ്. ഞങ്ങൾ തിരിച്ചു വരും.
പോലീസ്. പറയുന്നത് അവർക്ക് പുറത്തിറങ്ങണ്ട. രാമയ്യ വാ വാ.
എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി എവിടെങ്കിലും പോയിട്ടുണ്ടാവും മാർക്കോസിക്ക. ചേട്ടൻ എവിടെ പോവേണേലും പറഞ്ഞിട്ടേ പോവുള്ളൂ. എനിക്കാകെ പേടിയാവണ്. അനന്തൻ മുതലാളി വല്ല കടുങ്കയും ചെയ്ത് കാണുവാ. ബാപ്പൂട്ടിക്ക് അന്വേഷിക്കണുണ്ടല്ലോ. നിങ്ങൾ സമാധാനപ്പെട്. എവിടെടാ മാർക്കോസ്? ആരടാ നീ? നിന്നോടാ ചോദിച്ചോ? Ah!